ഒരു പെരുന്നാൾ ദിവസം കഴിഞ്ഞു. പെരുന്നാളിന് ഞാൻ സ്ഥിരം കേൾക്കുന്ന 3 ചോദ്യങ്ങളുണ്ട്. അത് ഈ വർഷവും ആവർത്തിക്കപ്പെട്ടു. എനിക്ക് നിങ്ങളോട് പങ്കുവെക്കാമെന്ന് വിചാരിച്ചു. കാരണം നമുക്കൊരു സൊല്യൂഷൻ കിട്ടണമെങ്കിൽ ഇപ്പോഴും പങ്കുവെക്കുന്നതും മറ്റുള്ളവരുടെ യാഥാർത്ഥ്യങ്ങൾ അറിയണമെങ്കിൽ ഏത് പെരുന്നാളും ഞാൻ പോയാലും ഈ 3 ചോദ്യങ്ങൾ എനിക്ക് നേരിടേണ്ടി വരും. ആദ്യത്തെ ചോദ്യം എന്താണെന്നറിയോ? നിങ്ങൾക്ക് പണം തരാനുള്ള സുഹൃത്ത് പണം തിരികെ തന്നോ എന്നുള്ളതാണ്. 12 വർഷമായിട്ട് ഞാൻ കേൾക്കുന്ന ചോദ്യമാണ്. ഞാൻ പറഞ്ഞു ഇടയ്ക്ക് ലാഭങ്ങൾ തരുന്നുണ്ട്, എന്നാൽ പണം മുഴുവനായിട്ട് തന്നിട്ടില്ല എന്ന് പറഞ്ഞു. എത്ര വർഷം കഴിഞ്ഞാണെന്നുള്ള ചോദ്യങ്ങൾ വരും. അപ്പോൾ എല്ലാവരും ചോദിക്കും, നീ അവനോട് ആവശ്യപ്പെടാറുണ്ടോ, അവനോട് ദേഷ്യപ്പെടാറുണ്ടോ? ഞാൻ ദേഷ്യപ്പെടാറില്ല, ആവശ്യപ്പെടാറുണ്ട്. അവൻ എല്ലാവരും ചോദിക്കും, എന്തുകൊണ്ട് നീ പിടിച്ച് വാങ്ങുന്നില്ല, ഞങ്ങൾ നിനക്ക് വാങ്ങിത്തരാമല്ലോ എന്നുള്ള ചോദ്യങ്ങൾ ചോദിക്കും. തീർച്ചയായിട്ടും ഈ ചോദ്യം ചോദിക്കുന്നവർ എനിക്ക് കിട്ടാനുള്ള വലിയ പണത്തെക്കുറിച്ച് ഒരുപാട് ടെൻഷൻ അടിക്കുന്നവർ, എന്നോട് സ്നേഹമുള്ളവരാണ്. ഇതാണ് എന്നോട് ചോദിക്കുന്ന ആദ്യത്തെ ചോദ്യം. രണ്ടാമത്തെ ഒരു ചോദ്യം ഞാൻ എപ്പോഴും കേൾക്കുന്ന ഒരു ചോദ്യമാണ്, എന്തുകൊണ്ട് വണ്ടി മാറ്റുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ വണ്ടി ഞാൻ പലപ്പോഴും വണ്ടി കേടാവും, നന്നാവും കേടാവും, അതിന് പൈസ ഇറക്കും. അപ്പോൾ ഞാനിങ്ങനെ ചോദിക്കും, അപ്പോൾ ഞാൻ പലരോടും ചോദിക്കും, വണ്ടി പുതിയത് വാങ്ങുന്നില്ലേ എന്നുള്ളൊരു ചോദ്യം അതാവർക്കും അല്ലേ. വണ്ടി വാങ്ങുന്നില്ലേ എന്നുള്ളത് ചോദിക്കാൻ എളുപ്പമാണ്, പക്ഷെ വണ്ടി വാങ്ങണമെങ്കിൽ അതിനനുസരിച്ചുള്ള പൈസ വേണം, അതിനനുസരിച്ചുള്ള എന്ത് ചെയ്യണം, നമ്മൾ അടവടക്കണം. ഈ അടവടക്കണമെങ്കിൽ നമുക്ക് എന്താക്കണം, അതിന് നമ്മൾ ഓരോ മാസം വലിയൊരു ബാധ്യത വിളിച്ചു വരുത്തണം അല്ലേ. അല്ല, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എന്നെ സംബന്ധിച്ചുള്ള വണ്ടി എന്ന് പറഞ്ഞാൽ, അപ്പം ഞാൻ എൻ്റെ അമ്പിമോനാണ് എന്നോട് ചോദിക്കുന്നത്. നമ്മുടെ ഏറ്റവും സ്നേഹം കാണിക്കുന്ന എൻ്റെ ഒരു അനിയനാണ് അമ്പിമോൻ എന്ന് പറഞ്ഞാൽ. എനിക്ക് തോന്നുന്നത് നമ്മുടെ കുടുംബത്തിൽ തന്നെ ഏറ്റവും സ്നേഹം കാണിക്കുന്ന ഒരാൾ അമ്പിമോനങ്ങളല്ലേ, ഇവിടെ ഉണ്ടായിരുന്ന ഡോക്ടറാണ്. അപ്പോൾ അമ്പിമോൻ എന്നോട് ചോദിച്ചു, ഞാൻ പറഞ്ഞു, അമ്പിമോനെ നീ ഒരു പക്ഷേ 13 വർഷത്തിനിടെ ഒരുപാട് വണ്ടി മാറ്റിയിട്ടുണ്ടാവും, നീ എത്ര ഫോൺ മാറ്റിയെന്ന് ചോദിച്ചു. ഓനിപ്പോഴും പഴയ ഐഫോണും പിടിച്ചാണ് നടക്കുന്നത്. എൻ്റെ അടുത്ത് പുതിയ ഐഫോൺ ഉണ്ട്, പുതിയ ഫോൾഡ് ഫോണുണ്ട്. എൻ്റെ ഇഷ്ടം അതാണ്, അതുകൊണ്ട് ഞാൻ എന്താവും അതിലാണ് ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നത്. വണ്ടിയെ ഞാൻ എന്തൊക്കെ നമുക്ക് യാത്ര ചെയ്യാനുള്ള ഒരു മാനദണ്ഡമായിട്ട് മാത്രമേ കാണാറുള്ളൂ. മൂന്നാമത്തെ ഒരു ചോദ്യം എല്ലാവരും ചോദിക്കുന്ന, നീ ഒരുപാട് പേഷ്യൻസിനൊക്കെ നോക്കുന്നില്ലേ, എന്തുകൊണ്ട് നീ സ്വന്തമായിട്ടൊരു ക്ലിനിക്ക് തുടങ്ങുന്നില്ല? ഞങ്ങളിട്ട് തരാം. അതിന് പോലും ആൾക്കാരുണ്ടായിട്ടും എന്തുകൊണ്ട് നിങ്ങൾ തുടങ്ങുന്നില്ല? ഒരു പക്ഷേ അതിലും ഞാൻ ക്ലിനിക്ക് സ്റ്റാർട്ട് ചെയ്ത ഒരു ചരിത്രം സാക്ഷിയാണെന്ന് തോന്നുന്നു. കാരണം ഞാൻ പണ്ടൊക്കെ ഒരു ക്ലിനിക്ക് സ്വന്തമായിട്ട് ഒരു 2 സ്ഥലത്ത് ചെറുതിട്ടപ്പം ആദ്യം വരുന്ന പേഷ്യൻ്റ് രണ്ടാമത് വരുമ്പോഴോട് ഞാൻ ഫീസ് വാങ്ങില്ലായിരുന്നു. അപ്പോൾ നമുക്ക് ആ ഒരു മെൻ്റൽ മാപ്പ് എൻ്റെ മൈൻഡിൽ പതിഞ്ഞു പോയി. എൻ്റെ അടുപ്പം വീട്ടിലെ കാര്യങ്ങളും കാണിക്കാൻ വന്നാൽ അവരോട് നമ്മൾ ഫീസ് വാങ്ങാറില്ല. അതിനെ ആ ഒരു രീതിയിൽ കാണുന്നൊരവസ്ഥ ഉള്ളതുകൊണ്ട് എനിക്ക് പിന്നീട് മനസ്സിലായി, ഞാൻ സ്വന്തം തുടങ്ങിക്കഴിഞ്ഞാൽ അത് വിജയിക്കും, പക്ഷേ എൻ്റെ കയ്യിൽ വരുമാനം ഉണ്ടാവില്ല എന്നുള്ള തോന്നൽ, ഒരു മെൻ്റൽ മാപ്പ് എൻ്റെ തലയിലുണ്ടായി. അതുകൊണ്ടാണ്. അപ്പോൾ അവർ പറഞ്ഞു, നിങ്ങൾ എന്തുകൊണ്ട് സ്വന്തമായിട്ട് തുടങ്ങുന്നില്ല? തീർച്ചയായിട്ടും ഞാൻ സാലറീഡ് ആയിട്ട് വർക്ക് ചെയ്യേണ്ട ഒരാളല്ല എന്നുള്ളതിൻ്റെ പ്രായമൊക്കെ അപ്പം വർദ്ധിച്ചു വരികയാണല്ലോ. അപ്പം പ്രായമായല്ലോ, ജനിച്ച നിമിഷം നമുക്ക് പ്രായമാവും, മനസ്സിലായില്ലേ? അങ്ങനെ നമ്മളെ ലാബുകൾ പ്രസക്തമായിട്ടുള്ളൊരു ചോദ്യമാണ് എന്നോട് ചോദിച്ചത്, പ്രായമായി എന്നുള്ളത്. പ്രായമായിക്കോട്ടെ, അവൾ ബമ്പർ ചിരിയിലുള്ള ആളാണ്, ബമ്പർ ചിരിയിലുള്ള വൈറൽ താരമാണ്. പക്ഷെ നമ്മളെ കാണുമ്പോൾ മാത്രം അവൾ ചിരിക്കൂല, ഭയങ്കര ഡാൻസാണ്. ഈ മുഖം ഒന്ന് കാണിച്ചോ, ഇതെന്തപ്പോൾ ഈ ടി വിയിലൊക്കെ ഇത്രയും കാണിച്ചു, ഇത്ര സെലിബ്രിറ്റി ആയിട്ട് നമ്മളെ വീഡിയോയിൽ വരുമ്പോൾ മാത്രം അവൾ കാണിക്കൂല. ഓക്കെ, ഞാനും ഇവിടെ ഉണ്ടാക്കിയ വൈറൽ ഡാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അതിപ്പോൾ റിലീസ് ചെയ്യും, നോമ്പ് കഴിയട്ടെ വിചാരിച്ചിരുന്നതാ സിനിമ. നോമ്പ് കഴിയട്ടെന്ന് വിചാരിച്ചിരുന്നതാ, ഇവിടെ വിചാരിച്ച അയാൾ കഴിച്ച് ഡിലീറ്റായി പോയിട്ടുണ്ട് എൻ്റെ ഭാഗ്യം. ഓക്കെ, അപ്പം ഈ 3 ചോദ്യങ്ങളാണ് എന്നോട് ചോദിക്കാറുള്ളത്.